പ്രിയപ്പെട്ടവരെ, സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പാളിയതോടെ സമരം ഘടിപ്പിച്ച് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മഹാസംഗമം ഉടൻ ആരംഭിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരും സമരത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു. സമരക്കാർക്കൊപ്പമുണ്ട് ആദിൽ പാലോട്. ഇപ്പോൾ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർക്ക്. PSCക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ ആശാവർക്കർമാരും ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. ആദിൽ, തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മഹാസംഗമം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തന്നെ കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായിരുന്നു. 2 തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് കുടിശ്ശിക പൂർണ്ണമായി നൽകാമെന്ന വാഗ്ദാനം. അതിൽ 2 മാസത്തെ കുടിശ്ശിക നൽകി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഓണറേറിയത്തിന് ഏർപ്പെടുത്തുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ. സംസ്ഥാനത്തെ ആശാവർക്കർമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ സംസ്ഥാനത്തെ ആകെ ആശാവർക്കർമാർ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതാണ് കാഴ്ച. എന്താ ചേച്ചിപ്പോഴത്തെ അവസ്ഥ? സാറേ, 11 ദിവസമായില്ലേ ഞങ്ങൾ ഇവിടെ രാപ്പകൽ ഇവിടെ സമരം തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെച്ച മാനദണ്ഡങ്ങളിൽ 2 മാനദണ്ഡം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. അതാണ് ഈ ക്രൈറ്റീരിയകൾ എടുത്തു മാറ്റിയെന്നുള്ളൊരിതും ഈ 2 മാസത്തെ ഓണറേറിയം പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആരെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നും ഞാൻ 200 രൂപ എന്റെ അയൽവക്കത്തിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ ഈ സമരപന്തലിലെത്തിയത്. ഞാൻ വന്ന ബസ് സ്റ്റാൻഡ് ഡ്രൈവർ ഞങ്ങളോട് ചോദിച്ചു, എവിടെ പോണേ ചേച്ചി എന്നും ഈ സമരത്തിന് പോണേ അല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ വന്ന് ഈ മാധ്യമങ്ങളുടെ മുഖങ്ങളിൽ കണ്ടതുകൊണ്ടാണ് പറഞ്ഞു തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ കണ്ടക്ടർ പറയാ, ചേച്ചി പൈസ ഇല്ലെങ്കിൽ തരണ്ട, ഞാൻ കയ്യിൽ നിന്നിട്ട് കൊടുത്തോളാന്ന്. അപ്പോൾ പൊതുജനങ്ങൾ പോലും അവര് പോലും പറയുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഈ സർക്കാരിന് എന്താ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വയ്യാത്തത്? ഞങ്ങളെ കഷ്ടപ്പാടുകൾ ആരുടെ പറയാ? ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 1-2 പേരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടാണ് ഈ സമരരംഗത്തോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ 100 കണക്കിന് ആശമാരുടെ സങ്കടങ്ങൾ പറഞ്ഞു. അവർക്ക് വീട്ടിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ കഷ്ടപ്പെടുന്നവരാണ്. വണ്ടിക്കൂലി പോലും ഇല്ലാത്ത സത്യസന്ധമായിട്ട് പറയണം സാറേ. ഇന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും സത്യം പറയാണ്. എന്റെ പേഴ്സ് വേണമെങ്കിൽ സാറിന് പരിശോധിക്കാം എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന്. എന്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ ഇതിൽ ഗൂഗിൾ പേയിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന്. അപ്പൊ അത്രയും അതിനേക്കാളും കഷ്ടപ്പെട്ട് വരുന്നതാണ്. ഞാൻ എന്റെ കഷ്ടപ്പാടല്ല വിചാരിക്കുന്നത്, എന്റെ സഹപ്രവർത്തകരുടെ കഷ്ടപ്പാടിനാണ് ഏറ്റവും കൂടുതൽ വില വഹിക്കുന്നത്. സമൂഹത്തിൽ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. 5 ദിവസം ഞങ്ങൾ ആരോടും പ്രതികരിച്ചില്ല. ഞങ്ങൾ 5-6 ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. PSC മെമ്പർമാരുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചത് വായിച്ചോ പത്രത്തിൽ? അതാണ് സാറേ, PSC 2.25 ലക്ഷം രൂപ 2.30 വരെ. കാരണം അവരെല്ലാ ആനുകൂല്യത്തോടു കൂടിയും വാങ്ങിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് 1.25 ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തു. 3.25 ലക്ഷം 3.5 ലക്ഷം രൂപയാക്കി. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, ബസ് അലൗൺസ് ഉണ്ട്. അവർക്ക് എല്ലാ രീതിയിലും നിങ്ങളെ പരിഗണിക്കുന്നില്ല. ഈ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഞങ്ങളെ പരിഗണിച്ചുകൂടാ? കൂടുതൽ ആശാവർക്കർമാരുണ്ട്. നിങ്ങളുടെ ജോലി വളരെ പ്രയാസമുള്ള ജോലിയാണ്. പക്ഷെ അതിനൊക്കെ ശമ്പളം കിട്ടുന്നില്ല. മഴയായാലും വെയിലായാലും എല്ലാം ഞങ്ങൾ നേരം വെളുത്തിറങ്ങിപ്പോയി വൈകുന്നേരം വരെ ഞങ്ങൾ ജോലി ചെയ്യുക. 2007 മുതൽ നമ്മൾ ഈ ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ നമുക്ക് അവർ അത് പരിഗണിച്ചിട്ടില്ല. രാത്രി ഉറങ്ങുന്ന സമയത്താണ് റിപ്പോർട്ട് വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ കൊടുക്കണം. ഒരു ജോലിക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല. ഇപ്പം ഇവർ പറയുന്നത് 13,200 രൂപയാണ് തരുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഒരു ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല. അമ്മ എവിടെന്നാ വരുന്നത്? ഞാൻ വിതിരയെന്നാണ് വരണത്. വിതിരയെന്ന് വരുന്നു. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എനിക്കിപ്പോ 56 വയസ്സുണ്ട്. ഓടുക തന്നെ ഇതിന്റെ കൂടെ ഓടുകയാണ്. നല്ല മിടുക്കിയായിട്ട് നിന്ന് വർക്ക് ചെയ്യാണ്. പക്ഷെ സർക്കാർ ഈ അവഗണന ഞങ്ങളെ നേരെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട്. അതുപോലെ ഓരോ ദിവസവും പത്രങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥർക്ക് വരുന്ന ശമ്പളം കണ്ടപ്പോൾ അതിന്റെ 4/1 എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നുകൂടാ? ഇത്രയും വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക്
അതിൽ വളരെയധികം വേദനയുണ്ട്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് കാണണമെന്നും ഞങ്ങൾക്ക് അനുവദിച്ച പൈസ എത്രയും വേഗം അനുവദിച്ച് തരണമെന്ന്. കാരണം പൊതുജനങ്ങളെ ഇടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ നാറാതെ എന്ന് വെച്ചാൽ സോപ്പും വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് തേച്ച് കുളിച്ചുകൊണ്ട് മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങാനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് അനുവദിച്ച വേദന എത്രയും വേഗം കിട്ടിയാലേ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. അതാണ് ഒരു അത്യാവശ്യം. കുളിക്കാനുള്ള സോപ്പ് വാങ്ങാനുള്ള പണമെങ്കിലും തരണം എന്നതാണ് ആവശ്യം. ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ എങ്ങനെയാവും? ഹൈക്കോടതി ഇങ്ങനെ വഴി തടസ്സപ്പെടുത്തുന്നു, സെക്രട്ടറിയേറ്റിനുള്ള സമരം, ഇതൊക്കെ മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. അത് ഓരോന്നും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചല്ലേ ചെയ്യുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിനകം ഈ പത്രമാധ്യമങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഈ ഇവിടെ സമരം ചെയ്യുന്നവരുടെ ജീവിതാവസ്ഥ എന്താണെന്നും അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെയും മുന്നിൽ എത്തിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് കോടതി ഒരു അഭിപ്രായം പറയുമെന്നാണ് ഞങ്ങൾ. നിങ്ങളുടെ സാഹചര്യം കൂടി കോടതി കാണണം, പരിഗണിക്കണം. തീർച്ചയായിട്ടും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളല്ലേ, കുടുംബ പശ്ചാത്തലം എല്ലാം പിന്നോക്കം നിൽക്കുന്നവരല്ലേ. അപ്പൊ അവരുടെ കണ്ണുനീരും അവരുടെ ബുദ്ധിമുട്ടും കൂടെ കോടതി കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമരത്തെ തുടർന്നുള്ള ഈ കോടതിയുടെ കേസുണ്ടല്ലോ അരുൺ, അതിൽ ഇവരുടെ കണ്ണുനീർ കൂടി കോടതി പരിഗണിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. മാത്രമല്ല ഒരു കാര്യത്തിനും പൈസയില്ല. ആളുകളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ എണ്ണ വാങ്ങി തേച്ച് കുളിച്ചു പോകാനുള്ള സോപ്പിന്റെ പണം പോലും ഇല്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. ഓണറേറിയം കുടിശ്ശിക നൽകിയെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു, പക്ഷേ ഇതുവരെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുമില്ല. ഏതായാലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധം തുടങ്ങി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. അവരുടെ ആവശ്യങ്ങൾ, പരാതികൾ ഇതെല്ലാം കേൾക്കേണ്ടതാണ്, ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സംശയമുണ്ടാവില്ലല്ലോ.